പത്രോസേ, നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക. പത്രോസ് പറയും, മാലിന്യമായതൊന്നും ഞാൻ ഭക്ഷിക്കില്ല. ദൈവമായ കർത്താവ് പറയും, ഞാൻ വിശുദ്ധീകരിച്ചത് മാലിന്യം എന്ന് നീ കരുതരുത്. മാലിന്യം എന്ന് പറയരുത് എന്നല്ല, കരുതരുത്. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഈ വാക്കിന് അർത്ഥമുണ്ട്. ദൈവമായ കർത്താവിൻ്റെ ഓരോ വാക്കും മനുഷ്യൻ്റെ വാക്കല്ല. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഞാൻ ഭക്ഷിക്കില്ല, ഇത് മാലിന്യമാണ്, ഇത് ചീത്ത വസ്തുവാണ്. ദൈവമായ കർത്താവ് പറഞ്ഞത് എന്താണ്? നീ അങ്ങനെ കരുതരുത്. ഞാൻ വിശുദ്ധീകരിച്ചത് നീ കരുതരുത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന പത്രോസിൻ്റെ വചനം 14-ാം ദിവസമാണ്. ഒരുപാടുണ്ട് പത്രോസിനെ പറ്റി പറയാനായിട്ട്. കർത്താവ് എനിക്ക് തന്ന കൃപയാണ് ഞാൻ നിങ്ങളുമായി വചനം വ്യാഖ്യാനിച്ച് തരുന്നത്. പത്രോസ് പറയാണ്, മാലിന്യമായത് ഞാൻ ഭക്ഷിക്കില്ല. ദൈവമായ കർത്താവ് അവനോട് പറയണ്, നീ കരുതരുത്, അങ്ങനെ നീ കരുതരുത്. ആ വചനം നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 9 മുതലുള്ള തിരുവചനം. ഹല്ലേലൂയ. അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തിന് സമീപത്തെത്തിയപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാനായി മട്ടുപ്പാവിലേക്ക് പോയി. പത്രോസ് പ്രാർത്ഥിക്കാനായിട്ട് മട്ടുപ്പാവിൽ ഉയരങ്ങളിലേക്ക് അവൻ പോവുകയാണ്. യേശുനാഥൻ 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ യേശുനാഥൻ്റെ ഒരു കോഡ് ഭാഷയാണ്, ഞാൻ മലയിലേക്ക് പോകുന്നു. ശിഷ്യന്മാർ പറയും, ഞങ്ങൾ അക്കരയ്ക്ക് പോകുന്നു. യേശു മലയിലേക്ക് പോകുന്നത് എന്തിനാ? പ്രാർത്ഥിക്കാനാണ്. ഇവിടെ ഇവൻ പത്രോസ് മട്ടുപ്പാവിലേക്ക് പോവുകയാണ്. മട്ടുപ്പാവിൽ മുകളിലേക്ക്. ഹല്ലേലൂയ. ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ഏകദേശം 6-ാം മണിക്കൂർ. ഈ 6-ാം മണിക്കൂറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യേശുനാഥൻ വെള്ളിയാഴ്ച ദിവസം 9 മണിക്കാണ് കുരിശിൽ തറയ്ക്കണത്. കർത്താവിനെ കാലിലും കയ്യിലും കാരിരുമ്പാണ് അടിച്ച് കയറ്റണത്. അന്നേരം 3 മണിയാകുമ്പോഴത്തേനും 6 മണിക്കൂറായി. ഈ 6 മണിക്കൂറിലാണ് ഇവൻ പ്രാർത്ഥിക്കാൻ പോണത്. അർത്ഥമുണ്ട്. 6-ാം മണിക്കൂറിൽ യേശു കുരിശിൽ കിടന്ന് പിതാവിനോട് കരയണം. പിതാവിനോട് കരയണം. ഏലി ഏലി ലമാ ശബാഥാനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് ചോദിച്ച് യേശുനാഥൻ വാ വിട്ട് നിലവിളിക്കുക. ഇവിടെ ഇവൻ പത്രോസ് 6-ാം മണിക്കൂറിൽ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. അവന് വിശന്നു, എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. യേശുനാഥൻ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അവന് വിശന്ന് അവൻ മലയിറങ്ങി വരുമ്പോൾ സാത്താൻ അവൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. സാത്താൻ യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. ദുഷ്ടപിശാച് ദൈവപുത്രനെ വീഴ്ത്താൻ നോക്കിയാണ്. ഇവിടെ പത്രോസ് തലയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവന് വിശന്നു. അവൻ ഭക്ഷിക്കണമെന്ന് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ഒരു ദൈവാനുഭൂതി ഉണ്ടായി. അവൻ ഭക്ഷണം ഉണ്ടാക്കിയാണ് വന്നിട്ട്. അപ്പോൾ അവനൊരു ദൈവ അനുഭൂതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ട്. 24 മണിക്കൂറും മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ പത്രോസിൻ്റെ പുറകെ നടക്കുന്നു.
കാരണം 12 ശിഷ്യന്മാരിൽ ഒരുവൻ മരിച്ചുപോയി. ബാക്കി 11 ശിഷ്യന്മാരുണ്ടെങ്കിലും പത്രോസിൻ്റെ കൂടെയാണ് യേശുനാഥൻ മുഴുവൻ സമയവും. തോമസിൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ പത്രോസിൻ്റെ അടുത്ത് വന്നതുപോലെ മറ്റൊരു ശിഷ്യന്മാരുടെ അടുത്തും യേശുനാഥൻ അധികം വരുന്നില്ല. കാരണം പത്രോസിന് യേശുവിനെ നന്നായിട്ട് അറിയാം. എന്നെ തള്ളിപ്പറഞ്ഞവനാണ്, പക്ഷെ അവൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. അവൻ യേശുനാഥനെ ദൈവപുത്രനായിട്ട് അംഗീകരിച്ചില്ല. അതുകൊണ്ട് അവൻ പോയി, അവന് പരിശുദ്ധാത്മ വന്നപ്പോൾ അവൻ പ്രഘോഷിക്കുമെന്നും അവൻ ഉയരങ്ങളിലേക്ക് ഉയരുമെന്നെല്ലാം കർത്താവായ ദൈവത്തിന് മുൻകൂട്ടി അറിയാം. ഹല്ലേലൂയ. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പിലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും അവൻ കണ്ടു. വിരിപ്പ് എന്ന് പറഞ്ഞതാണ് വലിയൊരു എന്താ പറയുക, ഒരു പായ പോലത്തെ അല്ലെങ്കിൽ വലിയ പുതപ്പ് പോലത്തെ അല്ലെ വിരിപ്പ് പോലത്തെ ഒരു പാത്രം. ചിലപ്പോൾ അലുമിനിയം ആയിരിക്കും, ചില പിച്ചള പാത്രമായിരിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇതിവൻ കാണുക, ദർശനം പോലെ ഇവൻ കാണുകയാണ്. അതിനകത്ത് എന്തുട്ടാ ഉള്ളത് ഇവിടെ പറയുന്നത് കേട്ടോ. പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നത് അവൻ കണ്ടു. ഭൂമിയിലെ എല്ലാ തരം നാൽക്കാലികളും ജഡജന്തുക്കളും ആകാശപ്പറവകളും അതിൽ ഉണ്ടായിരുന്നു. ഇഴജന്തുക്കളും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഈ വലിയ പാത്രത്തിനകത്തുണ്ട്. അപ്പം എന്ത് വലിയ പാത്രമായിരിക്കും അല്ലേ? ആട്, മാട്, കോഴി, പക്ഷികൾ, ഇഴജന്തുക്കൾ, മുയൽ, അങ്ങനെയുള്ള എല്ലാം ഈ പാത്രത്തിനകത്തുണ്ട്. അത് ആകാശത്തു നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരും, വീണ്ടും അത് മുകളിലോട്ട്. ഇവനിങ്ങനെ ഈ ദർശനം കാണില്ല. ഇവൻ ഭക്ഷണം ഉണ്ടാക്കിയാണ് അവിടെ 10 ദിവസം. അപ്പോൾ ഇവനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വരം അവൻ കേട്ടു. പത്രോസ് ഒരു സ്വരം അവൻ കേട്ടു. എന്താ സ്വരം എന്നറിയാമോ? ഇവനിങ്ങനെ ശ്രദ്ധിച്ചിട്ടിരിക്കുകയാണ്. ഉടനെ അവന് പേര് ചൊല്ലി വിളിക്കുകയാണ്. എന്താ വിളിക്കണമെന്ന് അറിയാമോ? പത്രോസേ. അങ്ങനെയാണ് എഴുതി വെച്ചത്. പത്രോസ് അങ്ങനെയല്ല, പത്രോസേ, പത്രോസേ. കർത്താവ് വിളിക്കുകയാണ്. നോക്കിയേ, പത്രോസേ, എഴുന്നേൽക്കുക. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് എന്തോ ഉണ്ടാക്കിയാണ്. പത്രോസേന്ന് വിളിച്ചിട്ട് യേശു പറയുന്നത്, എഴുന്നേൽക്കുക, നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക. ഇതെല്ലാം കാണിച്ചിട്ട് പറയണത് പത്രോസിനോട്, നീ ഇവയെല്ലാം നോക്കിയില്ലേ, കൊന്ന് ഭക്ഷിക്കുക, തിന്നുക, കൊന്ന് കൂട്ടാൻ കറി വെച്ച് ഫ്രൈ ചെയ്ത് തിന്നുക. അവൻ ഭയന്നു പോയി പത്രോസ്. ഇതുപോലെ ഇന്നുവരെ അവൻ ഈ അതിരിക്കുന്ന ഒരു സാധനത്തിനും ഭക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല, ഒരിക്കലും തീർത്ത് പറയുന്നു, ഒരിക്കലുമില്ല, ഞാൻ ഭക്ഷിക്കില്ല, ഒരിക്കലും ഞാൻ ഭക്ഷിക്കില്ലെന്ന് പത്രോസ് കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു. ഒരിക്കലും ഇല്ല. മാലിന്യമായ ഒന്നും ഞാൻ ഭക്ഷിക്കില്ല. അശുദ്ധമായ ഒന്നും ഞാൻ ഭക്ഷിക്കൂല. മാലിന്യമായതോ ചീത്തയായതോ ഒന്നും, ഈ ജീവികളെ ഒന്നും ഞാൻ കൊന്ന് ഭക്ഷിക്കില്ലെന്ന് പത്രോസ് തീർത്തും പറയുന്നു. മാലിന്യം, അഴുക്കായത് ഇത് ഞാൻ തിന്നില്ലെന്നത് പത്രോസ് തീർത്ത് പറയുന്നു. ഉടനെ കർത്താവ് പറയുന്നു. രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു, ദൈവം വിശുദ്ധീകരിച്ചവ മാലിന്യം എന്ന് നീ കാണരുത്. ദൈവമായ കർത്താവ് വിശുദ്ധീകരിച്ചതാണ്. അത് മാലിന്യം എന്ന് നീ പറയരുതെന്നല്ല, കാണരുത്. അർത്ഥമുണ്ട്. അവൻ പറഞ്ഞത് മാലിന്യം, അതായത് ഞാൻ ഭക്ഷിക്കില്ലെന്നാണ് അവൻ പറഞ്ഞത്. യേശു പറഞ്ഞ വാക്ക് കണ്ട, മാലിന്യം എന്ന് നീ കരുതരുത്, ഓർക്ക പോലും ചെയ്യാൻ പാടില്ല. കാരണം ദൈവമാണ് അത് വിശദീകരിച്ചാണത്. ദൈവം വിശദീകരിച്ചതിനെ മാലിന്യം എന്ന് ഉള്ളിലോ നിൻ്റെ ഹൃദയത്തിലോ നിൻ്റെ ബുദ്ധിയിലോ കാണരുത്. കണ്ണുകൊണ്ട് പോലും നീ കാണാൻ പാടില്ല. കാരണം ദൈവം വിശദീകരിച്ചതാണ്. അത് മാലിന്യം എന്നാണ് നീ പറഞ്ഞത്. ദൈവം പറഞ്ഞ വാക്കെന്താണ്?
കാണരുത്. അങ്ങനെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണരുത്, ഓർക്ക പോലും ചെയ്യാൻ പാടില്ല. കർത്താവിൻ്റെ വാക്ക് കണ്ട, കരുതരുത്. 3-ാം പ്രാവശ്യവും ഇങ്ങനെ സംഭവിച്ചു. ഉടൻ പത്രോസ് ആകാശത്തിലേക്ക് ആ പാത്രം എടുക്കപ്പെടുകയും ചെയ്തു. ഇത് കേട്ട ശേഷം ദൈവമായ കർത്താവ് ആ പാത്രം അങ്ങനെ തന്നെ മുകളിലോട്ട് ആകാശത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. താൻ കണ്ട ദർശനത്തിൻ്റെ അർത്ഥം എന്തെന്ന് പത്രോസ് സംശയിച്ചു നിൽക്കുമ്പോൾ കൊർന്നേലിയോസ് എന്ന് അയച്ചു ആളുകൾ ശിമോനെ അന്വേഷിച്ചു പടിവാതിക്കൽ നിൽപ്പുണ്ടായിരുന്നു. കൊർന്നേലിയോസ് എന്ന് പറയുന്ന വ്യക്തി പത്രോസിനെ അന്വേഷിച്ച് കർത്താവ് വിട്ടേക്കും. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമോൻ ഇവിടെയാണോ താമസിക്കുന്നത്? അവർ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പത്രോസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെയാണോ താമസിക്കുന്നത്? കൊർന്നേലിയോസ് എന്ന് പറയുന്നവനെ കർത്താവ് വിട്ടേക്കാണ്. കാരണം ഇവൻ ഭക്ഷിക്കില്ലെന്ന് തീർത്തും പറഞ്ഞ് ഓക്കെ എന്നൊന്നും അവിടെ പറഞ്ഞില്ല. കർത്താവ് എടുക്കപ്പെട്ടു. നീ അങ്ങനെ കരുതരുതെന്ന് പറഞ്ഞിട്ട് കർത്താവ് ആ സ്ഥാനം തിരിച്ചു കൊണ്ടുപോയി എന്ന് അവർ വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ദർശനത്തെ കൊണ്ട് ഇവൻ ഇങ്ങനെ ചിന്തിക്കുന്നു. കർത്താവ് പറഞ്ഞ വാക്കും ചിന്തിക്കുകയാണ്. അവൻ്റെ മനസ്സിൽ നിന്ന് അത് പോകണില്ല. എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം എന്ന് ഇങ്ങനെ ചിന്തയിലിരിക്കുമ്പോഴാണ് കൊർന്നേലിയോസ് എന്ന് പറഞ്ഞവൻ വന്ന് വിളിച്ചത്. ഹല്ലേലൂയ. ആത്മാവ് അവനോട് പറഞ്ഞു, ഇന്ന് 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. ആത്മാവിൽ അവനൊരു ദർശനം കിട്ടിയാണ്. 3 പേര് നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക. ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക. ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം നീ പോവുക. എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നതെന്ന് പത്രോസെ നീ അറിയുക. കർത്താവ് വിട്ടേക്കാണ്. അവർ പറഞ്ഞു കൊടുക്കും ഓരോ കാര്യങ്ങൾ. പത്രോസ് മാലിന്യം എന്ന് പറഞ്ഞത് നീ കാണരുത്, പറയരുത്, ചിന്തിക്കരുത്. അവൻ്റെ ചിന്ത മുഴുവൻ ഇത് ഞാൻ എങ്ങനെ ഭക്ഷിക്കും, ഇത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിനെ വല്ലാണ്ട് അവനെ വിഷമിപ്പിച്ചു. അപ്പോൾ അതിനു വേണ്ടി 3 കൊർന്നേലിയോസ് കർത്താവ് എപ്പോഴും നോക്കിക്കൊള്ളണം. നമ്മുടെ വേദനകൾ അറിയും, നമ്മുടെ ചിന്തകൾ അറിയും, നമുക്ക് അത് വെളിപ്പെടുത്തി തരും. അതാണ് ദൈവമായ കർത്താവ്. നമ്മുടെ ബുദ്ധിയോ മനസ്സോ അല്ല ദൈവത്തിൻ്റെ, ദൈവമായ കർത്താവിൻ്റെ. അതിനെയൊക്കെ 16 മടങ്ങ് നമ്മളൊരു വാക്ക് പറയുന്നതിന് മുമ്പേ കർത്താവ് അത് മുന്നിൽ കണ്ടിട്ടുണ്ടാവും. അത്ര ശക്തനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവനൊന്നും ഈ ഭൂമിയിൽ അസാധ്യമായിട്ടില്ല. ആവേ മരിയ.